നിങ്ങൾ രാത്രി യാത്ര പോകണം, നിങ്ങളുടെ സഫർ നിങ്ങൾ ഈ രാത്രിയിലാക്കണം. അലൈക്കും ബിദ്ദുൽജ ഫഇന്നൽ ലൈൽ, രാത്രി നിശീഥിനി തുത്വാ ഫഇന്നൽ ലൈല തുത്വാ ഫിൽ അർള്, ആ രാത്രിയിൽ ഭൂമി ചുരുട്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പകല് പോയി നോക്ക്, റോഡും ബ്ലോക്കും ചൂടും. രാത്രി പോയി നോക്ക്, റാഹത്ത്, ഇങ്ങനെ പോകുന്നത് കാണാം. അല്ലേ അല്ലേ ടൗണുകളും പട്ടണങ്ങളും ഒക്കെ കീറി മുറിച്ചുകൊണ്ട് ഇങ്ങനെ പോവും. ഫഇന്നൽ ലൈല തുത്വാ ഫിൽ അർള് തുത്വാ ഫിൽ ലൈൽ, രാത്രി ഭൂമി ചുരുട്ടപ്പെടും. ഇതിന് രണ്ടർത്ഥമുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ നിമിഷ നേരം കൊണ്ട് ഹറമിലെത്തും. എന്താ? ഭൂമി ചുരുട്ടപ്പെട്ടിട്ടാ. ആദ്യത്തെ അർത്ഥം എന്താ? അത് ശാസ്ത്രീയം, കാരണം റോഡ് ശൂന്യമാകും, കാലാവസ്ഥ അനുകൂലം. രണ്ടാമത്തെ അർത്ഥം ആത്മീയ അർത്ഥമുണ്ട്. ഒരുപാട് അങ്ങനത്തെ ഹദീസുകളുണ്ട്. അൽ ഹുമ്മ മിൻ ഫൈഹി ജഹന്നം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, പനി അത് നരകത്തിൻ്റെ ആവിയാണ്. ചിന്തിക്കണേ, ബുഖാരിയുടെ ഹദീസ. അൽ ഹുമ്മ മിൻ ഫൈഹി ജഹന്നം ഫഅബ്രിദൂഹാ ബിൽ മാ, നിങ്ങൾ അതിനെ പച്ചവെള്ളം കൊണ്ട് തണുപ്പിക്കണം. നോക്കൂ, ഓറിയന്റലിസ്റ്റുകൾ ആക്ഷേപിച്ചു, മുഹമ്മദ് ഒരു വിവരവും ഇല്ല, പനി വന്ന മനുഷ്യന് പച്ചവെള്ളത്തിൽ കുളിക്കണമെന്നാണ് മുഹമ്മദ് പറയുന്നത്. ഹബീബെ, ഞങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയ നോക്കാതിരിക്കാൻ പറ്റൂല, ചിലപ്പോൾ നോക്കേണ്ടി വരും. നിങ്ങൾ ആവശ്യമില്ലാത്ത സോഷ്യൽ ഒരുപാടുണ്ടല്ലോ ചാനലുകൾ. ഇപ്പോൾ ഉദാഹരണം പറയാം, ആ വയറൊക്കെ വീർത്തൊരു മറുനാടൻ ഷാജനുണ്ട്, കേൾക്കരുത്, നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യരുത്. കാരണം കൊടിയ വിഷമാണ്. അങ്ങനെയുള്ള ചാനലുകൾ തുറക്കരുത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു സംഘടന തന്നെ ഒരു ഹദീസിനെ എടുത്ത് പൊക്കം വിട്ടു. ആദ്യം പറഞ്ഞ ഹദീസ് പറയാം, ഇപ്പം നിങ്ങൾ ഓർക്കുമല്ലോ, സാധു വ്യാഖ്യാനിച്ചില്ലല്ലോ. പനി നരകത്തിൻ്റെ ചൂടാണ്, ആവിയാണ്, നിങ്ങളതിനെ വെള്ളം കൊണ്ട് തണുപ്പിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞ ഹദീസ് ഇങ്ങനെ കിടക്കുകയാ. നോക്കൂ, മെഡിസിൻ്റെ പിതാവാണല്ലോ ആര്? അവിസന്ന എന്നാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. അവരുടെ യഥാർത്ഥ പേരെന്താണ്? അലി ഇബ്നു സീന. മുസ്ലിം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ദി റൂൾ ഓഫ് മെഡിസിൻ. എന്താ പേര്? ദി റൂൾ ഓഫ് മെഡിസിൻ അൽ ഖാനൂനു ഫി തിബ്ബ്, വൈദ്യശാസ്ത്രത്തിലുള്ള നിയമം എന്നാണ് അതിൻ്റെ അർത്ഥം. ഖാനൂൻ, നിയമം, റൂൾ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 6-7 വാള്യങ്ങൾ അത് അച്ചടിച്ചതും അത് പഠിപ്പിച്ചതും സോണിയാഗാന്ധിയുടെ നാട്ടിലാ. സോണിയാഗാന്ധിയുടെ നാട് ഏതാ? ഇറ്റലി. എല്ലാവർക്കും അറിയാം അല്ലേ? മാഷാ അല്ലാ. ഇറ്റലിയിൽ 6-7 നൂറ്റാണ്ട് പഠിപ്പിച്ച ഗ്രന്ഥമാണ് ദി റൂൾ ഓഫ് മെഡിസിൻ. ഇന്നലെ ഒരു പൊട്ടൻ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടിരിക്കുക, കാക്കാമാർക്കൊരു വിവരവും ഇല്ല എന്ന്. കാക്കാമാരാരാന്നറിയോ? ആരാ? നമ്മൾ തന്നെ മേത്തന്മാരെന്ന് ചിലർ പറയും. അപ്പോൾ ആ അധ്യായം തുറന്നാൽ, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അൽക്കഹോളില്ലേ, അൽക്കഹോൾ അത് കണ്ടുപിടിച്ചത് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ജാബിർ ബിൻ ഹയ്യാനാണ്. ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് MDMA. മനസ്സിലായോ? ഭൂമിയുടെ ഗ്ലോബ് ആദ്യം ഉണ്ടാക്കിയതാരാ? അല്ലാമ ഇബ്നു റുഷ്ദാണ്. 200 ഗ്രാം വെള്ളി കൊണ്ട് ഭൂമിയുടെ ഗ്ലോബ് ഉണ്ടാക്കി റോജർ രാജാവിന് സമ്മാനിച്ചു. ഉണ്ടോ നിങ്ങളുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലോബ്? ഇതുണ്ടോ? പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഭൂമിയുടെ ഭൂമിയുടെ ഗ്ലോബേ, ആ ഉരുണ്ട ഭൂമിയുടെ ഗ്ലോബ് ഒരല്പം ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവേ, ഞങ്ങളുടെ സദസ്സിനെ നീ കബൂലാക്കണേ അള്ളാഹുവേ. ശാസ്ത്രവും ഹദീസും ഖുർആനും ഫിഖ്ഹും വിലായത്തും കറാമത്തും എല്ലാം ചർച്ച ചെയ്യുന്ന ഇൽമിൻ്റെ സദസ്സിനെ നീ സ്വീകരിക്കണേ നോക്കൂ, കാനൂനു ഫിത്തിബ് ദി റൂൾ ഓഫ് മെഡിസിനിൽ പനി വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 3-4 ചികിത്സ അവിടെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ. ഞാൻ വിഷയം അവതരിപ്പിക്കുന്ന ആളാണ്. എനിക്ക് അല്ലാഹു തന്ന കമ്പ്യൂട്ടറാണ് എൻ്റെ മെമ്മറി. ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങൾ എന്നോടൊപ്പം വരണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
പനി നരകത്തിൻ്റെ ആവിയാണ്, നിങ്ങളതിനെ വെള്ളം കൊണ്ട് തണുപ്പിക്കണം. അൽ ഖാനൂനു ഫി തിബ്ബി, ദ റൂൾ ഓഫ് മെഡിസിനിൽ അലി ഇബ്നു സീന പറയുന്നത് പനി വന്നാൽ 3-4 ചികിത്സയുണ്ട്. ഒന്ന് ഐസ് ടേപ്പ് വാട്ടർ ഉണ്ടോ. നല്ല പനി വന്ന് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ നേഴ്സ് എന്ത് ചെയ്യും? ഐസ് കട്ട എടുത്ത് നെറ്റി വയ്ക്കും. കണ്ടോ, ടേപ്പ് വാട്ടർ വെള്ളം നനച്ചിട്ട് നെറ്റിയിൽ വിടും, ശരീരത്തിലൊക്കെ ഇടും. ഒന്ന് നനച്ച് തുടയ്ക്കാൻ പറയും, ചൂട് പോവില്ലേ. ബാക്കി ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യും. എവിടെ പോയി? മുഹമ്മദിന് വിവരമില്ലെന്ന് പറഞ്ഞവർ എവിടെ പോയി? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറ്റവും കൂടുതൽ ഇന്ന് വിമർശിക്കപ്പെടുന്ന വ്യക്തിത്വം ആരാ? മുഹമ്മദ്. പണ്ടൊക്കെ കൊരട്ടിയിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഉറക്ക സ്വലാത്തി ചൊല്ലുമായിരുന്നു. മുഹമ്മദ്. മുത്തുനബിയെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ നാളെ നമ്മുടെ പ്രവാചകനെ തെറി പറയും. അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലിമോ സിബിയാനക്കും, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം മഹബ്ബത്തൻ നബി, പ്രവാചകനോടുള്ള സ്നേഹം. അതുപോലെ ഖുർആനും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസം ഒരു 100 സ്വലാത്ത് ചൊല്ലുന്നവർ കൈപൊക്കിക്കേ. മാഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇനി ഞാൻ പറയാം, വലിയൊരു സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഈ ഹദീസ് ശാസ്ത്രീയമായി തെളിയിക്കാത്ത കാലത്തോളം അംഗീകരിക്കാൻ പറ്റൂല. ഏതാ ഹദീസ്? ഏതാ സംഘടന? ഏതാ ഹദീസ് നോക്കട്ടെ. നിങ്ങളുടെ പാത്രത്തിൽ ഈച്ച വീണാൽ ഫംകുലു, ഇദാ വഖഅ ദുബാബു ഫീ ഇനാഇ അഹദികും ഫംകുലു ഫഇന്ന ഫീ ഇഹ്ദാ ജനാഹൈഹി ദാഉൻ വഫിൽ ആഖിരി ശിഫാഉൻ ഔ കമാ ഖാൽ. ഈ ഔ കമാ ഖാൽ പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ വേർഡ്സ് അങ്ങനെ തന്നെ അല്ലെങ്കിൽ അള്ളാഹുവേ നീ പുറത്തു തരണേ. എനിക്ക് ഉറപ്പുണ്ട് ഈ ഹദീസ് അങ്ങനെ തന്നെയാണ്. എന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ പറയുകയാണ്. ഈച്ച നിങ്ങൾ കുടിക്കുന്ന പാനീയത്തിൽ, ചായ, കട്ടൻ ചായ, ജ്യൂസ്, പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈച്ച വീണാൽ എന്ത് ചെയ്യണം? ഫംഖുലു, നിങ്ങളതിനെ മുക്ക്. ഫഇന്ന ഫീ ഇഹ്ദാ ജനാഹൈഹി ദാഉൻ വഫിൽ ആഖിരി ശിഫാഉൻ. ഈച്ചയുടെ ഒരു ചിറകിൽ മെഡിസിൻ ഉണ്ട്, മറ്റേ ചിറകിൽ വൈറസുമുണ്ട്. വേറെ ഹദീസിലുണ്ട്, എപ്പോഴും ഈച്ച പാനീയത്തിൽ വീഴുന്നത് വൈറസുള്ള ചിറക് കുത്തിയായിരിക്കും. കണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? ഈ ഹദീസ് ഓറിയന്റലിസ്റ്റുകൾ വിമർശിക്കുന്നത് പോകട്ടെ, അവർ വിമർശിക്കും. പാശ്ചാത്യരും ഓറിയന്റലിസ്റ്റുകളും വിമർശിക്കും, അവർ വിമർശിക്കട്ടെ. അവർ അവസാനം സത്യം മനസ്സിലാക്കി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്യും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലേ? നമ്മൾ ചുമ്മാ ഇങ്ങനെ വിമർശിക്കും. നമ്മുടെ സമുദായത്തിലെ ഒരു സംഘടന പറയുകയാണ്, ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാത്ത കാലത്തോളം നമുക്ക് ഈ ഹദീസ് വേണ്ട. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ അടുത്ത കാലത്തൊരു ഹദീസ് കേട്ടു. നിസ്കാരത്താഴമ്പുണ്ട്, തൊപ്പിയുമുണ്ട്, താടിയുമുണ്ട്, ജുബ്ബയുമുണ്ട്. അവർ കാസർഗോഡ് വിളിച്ചു കൂട്ടിയ സമ്മേളനത്തിൽ പറയുകയാണ്, കുറെ കാലമായി നമ്മളൊരു ദുരാചാരം നടത്തുന്നു. നവജാത ശിശു ജനിച്ചാൽ വലതുകാതിൽ ബാങ്ക് കൊടുക്കുന്നു, ഇടതുകാതിൽ ഇഖാമത്തും കൊടുക്കുന്നു. ഇനി ബാങ്കൊന്നും കൊടുക്കണ്ട. അതിൻ്റെ അർത്ഥം എന്താ? നിരീശ്വരവാദിയായി, യുക്തിവാദിയായി ഇനിയുള്ള നമ്മുടെ മക്കളൊക്കെ ജനിച്ചു വരട്ടെ. ഒരു നവജാത ശിശു ജനിച്ചു ഭൂമിയിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആ വലതുകാതിൽ തൗഹീദ് പ്രകടിപ്പിക്കണം, ഏകദൈവ വിശ്വാസം, അള്ളാഹുവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്ക് കൊടുക്കാൻ പ്രവാചകൻ പറഞ്ഞു, അല്ലേ? മൻ വലിദ ലഹു മൗലൂദുൻ ഫൽയുഅദ്ദിൻ ഫീ ഉദ്നിഹിൽ യുംനാ ബിഅദാനിസ്സലാ. ആർക്കെങ്കിലും ഒരു നവജാത ശിശു ജനിച്ചാൽ ആ കുഞ്ഞിന്റെ വലതുകാതിൽ അവൻ നമസ്കാരത്തിന്റെ ബാങ്ക് കൊടുക്കട്ടെ. വൽയുഖിം ഫീ ഉദ്നിഹിൽ യുസ്റാ. ഇടതുകാതിൽ ഇഖാമത്തും കൊടുക്കട്ടെ. ബാങ്കും ഇഖാമത്തും കൊടുത്തു. മയ്യിത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും ഉണ്ടോ?
അത്ര ഷോർട്ടാണ് ദുനിയാവിലെ ജീവിതം. ബാങ്കും കൊടുത്തു കഴിഞ്ഞു, ഇക്കാമത്തും കൊടുത്തു, ഇനി എന്താ ബാക്കിയുള്ളത്? അതാ കൊണ്ടുവരുന്ന വെള്ളത്തുണിയിൽ 7 മീറ്റർ തുണിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ യുവാക്കളെ നിങ്ങൾ ചിന്തിക്കാത്തത് ഇതൊക്കെ? എനിക്ക് മനസ്സിലാകുന്നില്ല. തൗഹീദ് പറഞ്ഞ് ഇപ്പൊ തഫ്രീഖ് നടത്തിക്കൊണ്ടിരിക്കുകയാ. വഹദയുടെ മസ്തറാണ് തൗഹീദ്. അള്ളാഹുവിനെ ഏകനാക്കുക എന്നാണ് തൗഹീദിന്റെ അർത്ഥം. എന്താ തൗഹീദിന്റെ അർത്ഥം? അനീഫാജി, പെട്ടെന്ന് നിങ്ങൾ യാത്രയില്ല, ഒരാൾ ചോദിക്കുക തൊട്ടടുത്തൊരു മുസ്ലിം സഹോദരനാ, അല്ല നിങ്ങളുടെ പ്രസംഗത്തിലേക്ക് തൗഹീദ് എന്ന് പറഞ്ഞത് എന്താ അർത്ഥം? അനീഫാജി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് കേട്ടോ. അതെ സുഹൃത്തെ, ദൈവം ഏകനാണ്. ദൈവത്തെ ഏകനായി അംഗീകരിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം മറ്റേയാൾ ചിന്തിക്കും. പല ചോദ്യങ്ങളും പല സ്ഥലത്തും ഉണ്ടാകാം. തൗഹീദ് പറഞ്ഞു വന്ന് ഭിന്നിച്ച് എത്ര കഷ്ണങ്ങളായി മനുഷ്യൻ. എന്നാൽ അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇർബാൽ ബിൻ സാരിയ റളിയല്ലാഹു ഉദ്ധരിച്ച ഹദീസിൽ, ഒരു ദിവസം വഅലനാ റസൂലുള്ളാഹി മൗഇലതൻ ബലീഗ ദറഫതു മിൻഹൽ ഉയൂൻ വവജിലതു മിൻഹൽ ഖുലൂബ്. മുത്തുനബി ഞങ്ങളോടൊരു നസീഹത്ത് ചെയ്തു, ഒരു ബയാൻ ചെയ്തു, ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം കിടുകിടാ വിറച്ചുപോയി. ഞങ്ങളുടെ കണ്ണുകളെല്ലാം കണ്ണുനീർത്തുള്ളികൾ ഈറനണിഞ്ഞുപോയി. അവിടെ നിന്ന് പറഞ്ഞു, ഫഇന്നഹു മയ്യഇശ് മിൻകും, നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അല്ലാഹു അലൈഹാ ബിന്നവാജിദ്. നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. എൻ്റെ സച്ചരിതരായ 4 ഖലീഫമാർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, ഖിലാഫത്ത് ബഅദി 30 സല, എനിക്ക് ശേഷം ഖിലാഫത്ത് 30 വർഷം നിലനിൽക്കും. ഈ 30 വർഷവും ഇസ്ലാമിക സാമ്രാജ്യം ഭരണം ഏറ്റെടുത്ത 4 ഖലീഫമാർ, അവരുടെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹു അലൈഹാ ബിൻ നവാജിദി, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം.